എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെ ആ വക്കീൽ സിംഹത്തിലെ നരസിംഹത്തിലെ വക്കീൽ ക്യാരക്ടറിന് ശേഷം നമ്മൾ കണ്ട ഏറ്റവും പ്രാവീണ്യമുള്ള ഒരു വക്കീൽ ക്യാരക്ടർ കൂടിയായിരുന്നു. അതെ, നല്ല വക്കീലായിരുന്നു. നല്ല കിഡിലം വക്കീൽ, ഭയങ്കര പവറുള്ള വക്കീലായിരുന്നു. വാ, ഇത് ആരേട്ടാ? ഇത് സിനിമയല്ലത്. ഡോൺ മാതിരി ഇരിക്കുന്നു. സിനിമയല്ലത്. ശരിക്കും സലീമേട്ടൻ തന്നെയാണോ? അതെ അതെ, സിനിമയല്ലത്. പിന്നെ ബീഡി വലിച്ചിരിക്കുന്ന ഡോൺ, ബീഡി ഡോൺ. ബീഡി ഡോണോ? ഇതിനു വേണ്ടി ഫോട്ടോഷൂട്ട് അല്ലേ എടുത്തത്? ഫോട്ടോഷൂട്ടാണത്. സലീമേട്ടൻ എനിക്കൊന്നും ഭയങ്കരമായിട്ട് മേക്ക് ഓവർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ടില്ല. എന്ത് വേഷം ഇട്ടാലും അതുപോലെ ഇരിക്കും. നാടൻ റോള്, ഹൈഫൈ റോള്, പിച്ചക്കാരൻ റോള്, ഭ്രാന്തൻ റോള്, സ്ത്രീ വേഷം. എന്നാലും ഇത്രയും മേക്ക് ഓവേഴ്സ് ചെയ്തതിൽ സലീമേട്ടൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് മേക്കപ്പ് ചെയ്ത ഏത് ക്യാരക്ടറിനായിരിക്കും? അത് തന്നെയാണല്ലേ. അത് ഒരുപാട് സമയം, എത്ര സമയം വരെ എടുത്തു ഏട്ടാ? നല്ല സമയം എടുക്കും. ആണല്ലേ. ഓ, ക്യൂനിൽ നമ്മുടെ അഡ്വക്കേറ്റിന്റെ വേഷം പറഞ്ഞു. അതിലെ ഡയലോഗ്സോ വല്ല ഓർമ്മയുണ്ടോ സലീമേട്ടൻ? അത് ആ ഒരു എപ്പിക് പടത്തിന്റെ പറയാൻ പറ്റത്തില്ല അല്ല. എന്നാലും ആ സമയത്ത് കുട്ടികളെല്ലാരും സാനി അയ്യപ്പന്റെ ഒക്കെ ആദ്യ പടമായിരുന്നു. അതെ. അത് ഇനി കുറച്ച് നമുക്ക് ഈ പറഞ്ഞ പോലെ മെമ്മറീസിലോട്ട് ഞങ്ങൾ കൊണ്ടുപോകാൻ പോവാണ്. സലീമേട്ടന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു സെഗ്മെന്റ്. പ്ലീസ് നമുക്ക് അതിലോട്ട് നമുക്കൊന്ന് കടക്കാം. മണി, ആദാമിന്റെ മകൻ അബു. ആദാമിന്റെ മകൻ നാഷണൽ അവാർഡ് നേടിത്തന്ന ചിത്രം അല്ലേ ഏട്ടാ? അതെ. എനിക്കോട് മനുഷ്യനായിട്ട് ഏറ്റവും കൂടുതൽ വ്യക്തിബന്ധം പുലർത്തിയ ഒരാൾ കൂടിയാണ് സലീമേട്ടൻ എന്ന് പറയുന്നത്. ഈ ഒരു എനിക്ക് തോന്നുന്നു ഇപ്പോൾ മനുഷ്യൻ ഉണ്ടായിരുന്നെങ്കിൽ മലയാളത്തിൽ ഏറ്റവും ഭയങ്കര എന്താ പറയുക ബിസി ആയിട്ട് ഓടി നടക്കുന്ന ഒരാളായിരിക്കും അല്ലേ? ഇല്ലല്ലോ, അപ്പോൾ ഇവിടെ പണ്ടത്തെ കാര്യമുള്ളൂ. അപ്പം അതൊന്നും നമ്മൾ വിചാരിച്ച കാര്യമില്ല. ഓരോന്നിനും ഓരോ സമയമുണ്ട്. എന്നാലും മനുഷ്യൻ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ ഓടിയെത്തുന്ന ഒരു കാര്യം, ഒരുപാട് മെമ്മറീസ് ഉണ്ടെന്നറിയാം, ഒരുപാട് സ്റ്റേജസ്, ഒരുപാട്. എന്നാലും പെട്ടെന്ന് മണി എന്ന് പറയും സംസാരിക്കാതിരിക്കുക, അതായിരിക്കും നല്ലത്. ആണോ? അതെ. ഇനി ഏറ്റവും സുന്ദരിയായ നടി കാവ്യ എന്ന് പറഞ്ഞു. പിന്നെ ജഗതി ചേട്ടനുണ്ട്. ഞാൻ കാവ്യനെ പ്രേമിക്കാൻ ആളാണ്. ആണ് കെട്ടാനൊക്കെ നടക്കുന്നത്. അതെ അതെ, അത് ജഗതി ചേട്ടന് താല്പര്യം ഉണ്ടെന്നാനും. ജഗതി ചേട്ടനാണ് അച്ഛൻ. എന്നാൽ അമ്പിളി ചേട്ടനായിട്ടുള്ള ഒരു കോമ്പിനേഷൻ എങ്ങനെ ഇത് വെക്കുന്നു? അമ്പിളി ചേട്ടൻ വെച്ചാൽ ഗ്രേറ്റ് അല്ലേ, ലെജൻഡ് അല്ലേ? കാരണം പലരും ആ സമയത്ത് പറഞ്ഞു അമ്പിളി ചേട്ടൻ്റെ ആ ഒരു സ്പേസിലേക്ക് ദേ സലീമേട്ടൻ ഇങ്ങനെ എത്തുന്നു. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഭയങ്കര വേറിട്ട രീതിയിൽ ഭയങ്കരമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത രണ്ടുപേരുമാണ്. അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ കൂടുതൽ സിനിമാ കാര്യങ്ങളാണോ അല്ലാത്ത വിശേഷങ്ങളാണോ സംസാരിക്കാറ്? അല്ലാത്ത അപൂർവമായിട്ടോ അമ്പിളി ചേട്ടൻ അങ്ങനെ ഒരു ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരോടും ഇടപെടുന്ന മനുഷ്യനൊന്നുമില്ല. മനസ്സിലായി. ഏറ്റവും ഭയങ്കര ഓവർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആരായിരിക്കും ഈ ഒരു സെക്ടറിൽ? ഭയങ്കര വന്ന് കടന്നാൽ നമ്മൾ വിചാരിക്കും ഇവരൊക്കെ ആയിട്ടുള്ള സീറ്റ്സ് കാണുമ്പോൾ ഇവരൊക്കെ എപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ഇവരിപ്പോൾ അമ്പിളിച്ചേട്ടനൊക്കെ ഒരു ലൊക്കേഷനിൽ നിന്ന് വന്നു, അഡ്ജസ്റ്റ് ആയപ്പോൾ എന്നടാ, അത് കഴിഞ്ഞ് അവർ ഷോട്ടിലേക്ക് കയറി ഷോട്ട് എടുക്കുന്നു. ഓഡിയൻസ് കാണുന്നത് ഇത് മാത്രമാണ്. അതിനിടയ്ക്ക് ഒരു 100,000 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ തമ്മിലുള്ള സംസാരമായിരിക്കും ഇതിൻ്റെ കൂടെ ഉള്ളത് എന്നാണ്. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ വേറൊരു സ്ഥലത്തു നിന്ന് വരുന്നു, ഞാൻ എൻ്റെ വർക്ക് കഴിഞ്ഞ് ഞാൻ പോകാൻ ശ്രമിക്കുന്നു. അതിനിടയിൽ അപൂർവങ്ങളായിട്ട് ഒക്കെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും. ഭയങ്കര എനർജി ലെവൽ ഉണ്ടെന്ന് തോന്നിയ സെറ്റിൽ ഓഫ് ടൈമിലും ഏറ്റവും എനർജി ഉണ്ടെന്ന് തോന്നിയ ഒരു താരം ആരായിരിക്കും? സലീമേട്ടൻ. അതായത് ഭയങ്കര ഓവർ എനർജിയിൽ ഇങ്ങനെ ഓടിച്ചാടി നടന്ന് ഒട്ടും ഓഫ് ആവാതെ ഇങ്ങനെ നിൽക്കത്തില്ലേ? അതെല്ലാവർക്കും ഉണ്ടത്, എല്ലാവരിലും ഉണ്ടത്. അല്ലെങ്കിൽ അവർക്ക് നിൽക്കാൻ പറ്റില്ല. എല്ലാവരിലും ഉണ്ട്. നെക്സ്റ്റ് ചിത്രം ഒന്ന് നമുക്ക് കാണിക്കാൻ പറ്റുമോ? ഇത് നാഷണൽ അവാർഡ് കിട്ടുന്ന സമയത്തുള്ള പടമാണത്. എനിക്കോട് കിട്ടി അറിഞ്ഞ ആ സന്തോഷമാണ്. എനിക്കോട് ചേച്ചിയുടെ മുഖത്താണ് അത് കൃത്യമായിട്ട് കാണുന്നത്. ഭയങ്കര സന്തോഷമായിട്ട്. അതല്ലാന്ന് അവാർഡ് കിട്ടിയപ്പോ ഉള്ളതല്ലാന്ന്. ഏതാന്ന് വേഗം പറയില്ലെങ്കിൽ ചേച്ചി പറയേണ്ടി വരും. ഞങ്ങളുടെ ചേച്ചി ഞങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. ചേച്ചി എപ്പ എടുത്ത ചേച്ചി? താമസം പുതിയ വീട്ടില്, ലാഫിംഗ് വില്ലയില്. എനിക്ക് തോന്നുന്നു ഒരുപാട് 6-7 വർഷം കൊണ്ട് സലീമേട്ടൻ കെട്ടിപ്പടുത്ത് ഉയർത്തിയ ഒരു വീടാണ് ലാഫിംഗ് വില്ല. അതിലേക്ക് താമസം മാറി. ഇത് നാഷണൽ അവാർഡ് ആണോ? നാഷണൽ അവാർഡ് ആണോ ചേച്ചി? ചേച്ചി പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കും. തന്നെ കൃത്യമായ ഓർമ്മ. നാഷണൽ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് അഭിനന്ദിക്കാനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ബാക്കിലൊക്കെ കാണാം. നാഷണൽ അവാർഡ് സലീം കുമാർ. കല്യാണം
സലീമേട്ടൻ ഭയങ്കര സുന്ദരനായിട്ടിരിക്കുന്നു. ചേച്ചി ഓൾവേസ് പ്രണയ വിവാഹമായിരുന്നില്ല ഏട്ടാ? അതെ, എത്ര വർഷം പ്രണയിച്ചു? 4 വർഷം പ്രണയിച്ചാണ്. ഏറ്റവും ചേച്ചിയിൽ ഇഷ്ടം തോന്നിയ ഒരു ക്വാളിറ്റി എന്താണ്? ഒരു ക്വാളിറ്റി ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. ക്വാളിറ്റി ഇഷ്ടപ്പെട്ടിട്ടില്ല. ഓ, 3-4 വർഷം പ്രണയിച്ചിട്ട് ഒരു ക്വാളിറ്റി ഇഷ്ടപ്പെട്ടില്ലെന്നോ? അങ്ങനെ ഒരാളെ ഒരിക്കലും നമ്മൾ ജീവിതത്തിലോട്ട് വിളിക്കത്തില്ലല്ലോ. ഇത് അങ്ങനെ മീൻ ശരിയാവും നോക്കാൻ വേണ്ടി വിളിച്ചല്ലേ. എന്നിട്ട് ശരിയായോ? ആ, ശരിയായി. ആ, അതാണ്. അല്ല, എന്നാൽ ഇപ്പൊ ഇത്രയും വർഷമായേ ചേച്ചിയുടെ ഏറ്റവും നല്ലൊരു സ്വഭാവമായിട്ട് ഒരു ആറ്റിറ്റ്യൂഡ് തോന്നുന്നത് എന്തായിരിക്കും സലീമേട്ടന്? ഞാനൊരു കാര്യം പറയാം. ഒരു പുരുഷൻ സ്ത്രീയെ സ്നേഹിക്കുന്നു, അവളെ ജീവിത പങ്കാളിയാക്കുന്നു, ജീവിതത്തിലൂടെ വേണം തെരഞ്ഞു പോകുന്നു. അവക്കവനും മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് എനിക്ക് മീരിനോട് പറയാനുള്ളത്. നിനക്ക് അവൻ മാത്രമേ ഉള്ളൂ, വേറെ ആളില്ല, ആരുമില്ല. അപ്പോൾ എപ്പോഴും അവനെയാണ് ഇത് ചെയ്യേണ്ടത്, കെയർ ചെയ്യേണ്ടത്. നമുക്ക് പറയും, ഇപ്പോൾ അച്ഛനുണ്ട്, അമ്മയുണ്ടാവും, ആങ്ങളമാരുണ്ടാവും, പലരും വരുമെന്ന്. ആരും വരില്ല. അയാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നേരെ ഓപ്പോസിറ്റ് ആയേക്കും. സത്യം. അപ്പോൾ അതിനൊക്കെ ഒരാളെ നമ്മൾ കല്യാണം കഴിക്കുക. മനസ്സിലായില്ലേ? ഞാനതിൽ വിജയിച്ചു, അവളതിന് ഓക്കെയാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതിന് കൂടുതൽ ഇത് ചെയ്യാതെ ഭർത്താവ് എന്ന രീതിയിൽ ഞാൻ ഹാപ്പിയാണ്. എനിക്ക് എൻ്റെ മക്കൾ എന്നോട് നീതി പുലർത്തിയാലും എനിക്കൊരു വിഷമമില്ല. നീതി പുലർത്തേണ്ട ആൾ ഭാര്യയാണ്. കാരണം നമ്മൾ വിഷമങ്ങളൊക്കെ ചെന്ന് പറയാൻ, അമ്മയില്ല എനിക്ക്, എൻ്റെ അമ്മ മരിച്ചു. അപ്പം നമ്മുടെ വിഷമങ്ങളൊക്കെ ചെന്ന് പറയാനുള്ള ആകെയുള്ളൊരാൾ ഭാര്യയാണ്. വേറെ ലോകത്താരുമില്ല. ആണ് സത്യം. കാരണം ഇന്ന് സലീമേട്ടൻ കയറി വന്നപ്പം ഫുള്ള് ചേച്ചി ഇങ്ങനെ സലീമേട്ടൻ്റെ കൂടെ ഇങ്ങനെ നടന്ന് സലീമേട്ടനെ ഇവിടെ കൊണ്ടൊക്കെ ഇരുത്തി. എന്നാലും ചേച്ചി ഇങ്ങനെ നോക്കുന്നുണ്ട് സലീമേട്ടൻ. ഇടയ്ക്ക് ചേച്ചി ഒന്ന് കഴിക്കാൻ പോയപ്പോഴും നോക്കി സലീമേട്ടൻ അവിടെ ഇരിക്കുന്നത് ഓക്കെ ആണോ, എല്ലാം സെറ്റാണോ, ഞങ്ങൾ ആരെങ്കിലും ശല്യപ്പെടുത്തുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഞാൻ കണ്ടു. അപ്പം ഞാൻ വയ്യാണ്ടാണെങ്കിലും ചില ഷൂട്ടിങ് നിർബന്ധിച്ച് നമ്മളെ കൊണ്ടുപോകുമല്ലോ. അപ്പം ഞാനതിന് പേറ്റാണ് കുരങ്ങനെയൊക്കെ ഉണ്ട് ചുടിയൂറ് വരിക്കാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ഇവള് റെഡിയാക്കി തന്നു തന്നെ എന്നെ കൊണ്ട് പോകില്ല. അപ്പം ഞാൻ കുരങ്ങൻ, അവള് കാക്കാലൻ. അപ്പം അങ്ങനെ ഞാൻ ഒരു സ്ഥലത്ത് കാശി തന്ന് നേരെ ടീം ഇവളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട്, കാരണം എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരും, ഞാനത് ഫുഡ് കഴിക്കും. വീണ്ടും എന്നെ അവിടെ എടുത്ത് ഇവർ അടുത്ത സ്ഥലത്ത് കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയി ഞാൻ പ്രസംഗിക്കും. അവർ കാശ് തരും, ഇവളയിലൊക്കെ കൊടുക്കും. ഏതായാലും ഹോട്ടലിൽ കയറ്റി ഫുഡ് തരും, ഞാൻ അവിടെ ഇരിക്കും.